ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി പി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നു. അതോടൊപ്പം യൂറോപ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ഇന്നലെ മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. ഏഷ്യയിൽ ഓൾമോസ്റ്റ് മിക്സഡ് ക്ലോസിംഗ് തന്നെയാണ് ഇന്നലെ. ചൈനീസ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഇന്നലെ ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം കൊറിയൻ മാർക്കറ്റ്, ഹോങ്കോങ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. ജപ്പാനും സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി എന്ന രീതിയിലാണ് ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെയാണ്. ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി, ഫിം നിഫ്റ്റി ഈ ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. നല്ല രീതിയിലുള്ള ആക്ടിവിറ്റിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ കണ്ടത്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 1225.2 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ അവർ വിറ്റിരിക്കുകയാണ്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 3940.87 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ GDP ഡാറ്റയാണ്. രണ്ടാം പാദത്തിലത്തെ GDP ഡാറ്റയാണ്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ GDP ഡാറ്റ 7%-ലും 7.5% ഇടയിലായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. Q1 7.8% മറിച്ച് Q2 7.8% മേലെയാണ് ഫിഗർ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിന് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും വീണ്ടും നിഫ്റ്റിയുടെ ടാർഗറ്റൊക്കെ വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. JP മോർഗൻ പറഞ്ഞിരിക്കുന്നത് ഒരു ബുള്ളിഷ് സെനാരിയോയിൽ 2026 എൻഡ് ആകുമ്പോഴേക്കും നിഫ്റ്റി 30,000 ടച്ച് ചെയ്തേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് തന്നെയാണ്. അവർ ബുള്ളിഷായിട്ടുള്ളത് മെജോറിറ്റി സെക്ടേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽസ്, ഫൈനാൻഷ്യൽസ്, അതുപോലെ തന്നെ കൺസ്യൂമർ സെക്ടേഴ്സ്, ഹോസ്പിറ്റൽസ്, ഒപ്പം ഡിഫൻസ്, അതുപോലെ തന്നെ പവർ സെക്ടറിലൊക്കെയാണ് വലിയ രീതിയിലുള്ള പോസിറ്റീവ് കമൻറ്റുകൾ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ന്യൂസുകളെല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ റോയിട്ടേഴ്സിൻ്റെ ഒരു പോള്, എക്കണോമിസ്റ്റുകളുടെ പോള് പ്രഡിക്റ്റ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ ടാർഗറ്റ് 28,850 2027 ഹാഫ് ആകുമ്പോഴേക്കും, അതുപോലെ തന്നെ 2026 എൻഡ് ആകുമ്പോഴേക്കും 28,500 ഈ ന്യൂസും നിഫ്റ്റിനെ സംബന്ധിച്ചും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ TCS 5-year ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. SAP ആയിട്ടാണ്. തീർച്ചയായിട്ടും ക്ലൗഡ് AI ഓപ്പറേഷന് വേണ്ടിയാണ്. പോസിറ്റീവ് ന്യൂസാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിൽ വലിയ രീതിയിൽ മുന്നേറാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കാരണം വളരെ ഫേവറബിളാണ് ഇന്ത്യയിലത്തെ ഗവൺമെൻറ് സപ്പോർട്ട്. അതുപോലെ തന്നെ കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ലോ കോസ്റ്റിലാണ് ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ലാർജ് സ്കെയിൽ ആക്ടിവിറ്റിയൊക്കെ വലിയ രീതിയിൽ വരാൻ സാധ്യതയുള്ളൊരു രാജ്യമായിട്ട് ഇന്ത്യനെയാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അണ്ടർ സീ കേബിൾസൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ സംബന്ധിച്ച് അപ്രോച്ചബിളാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ്, അതുപോലെ തന്നെ അത് റിലേറ്റഡ് സെക്ടറുകളിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ബന്ധൻ ബാങ്ക് അവർ NPA സെല് ചെയ്യാൻ പോവാണ്. അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് 3212.17 കോടി രൂപയുടെ ഒരു NPA ലോട്ട്, അതുപോലെ തന്നെ 3719.14 കോടി രൂപ, ടോട്ടൽ അറൗണ്ട് 7000 കോടി രൂപ വരെ NPA ആണ് അവർ സെല് ചെയ്യാൻ പോകുന്നത്. സ്ലൈറ്റ്ലി പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ വിപ്രോ, ഒഡിഡോ നെതർലൻഡ്സ് ആയിട്ട് ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. AI സൊല്യൂഷൻസ് സർവീസസിന് വേണ്ടിയാണ്. പോസിറ്റീവ് ന്യൂസാണ്. VST ടില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ് അവരുടെ EV പവർ ട്രില്ലർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ ന്യൂസ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിരുന്നതാണ്. VST ടില്ലേഴ്സിനെ സംബന്ധിച്ച് അവർ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിലേക്കും കൂടി എൻട്രി ചെയ്തിരിക്കുകയാണ്. RVNL 9.6 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീഫെക്സ് 100 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അഡാനി ഡിഫൻസ് 72.8% ഫ്ലൈറ്റ് സിമുലേഷൻ ടെക്നിക് സെൻറ്റർ എന്ന് പറയുന്ന കമ്പനിയിൽ അക്വയർ ചെയ്തിട്ടുണ്ട്. 220 കോടി രൂപയ്ക്ക്
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഡാനി ഡിഫൻസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് അഡാനി എൻ്റർപ്രൈസസിന് ഇത് പോസിറ്റീവാണ്. ഒപ്പം ന്യൂജൻ സോഫ്റ്റ്വെയർ 14 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട് മലേഷ്യയിൽ നിന്നാണ്. ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ്. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബെറ്റർ ഓപ്പണിങ്ങും പോസിറ്റീവ് ബയാസും തന്നെയാണ്. ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് Q2 GDP ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതും നമ്മുടെ മാർക്കറ്റിന് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്നും അതുപോലെ തന്നെ അടുത്ത ആഴ്ചയിലൊക്കെ നൽകാൻ പോകുന്നത്. ഇന്ന് നമ്മൾ IPO സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ SMEയിൽ ഇന്ന് 2 IPOs ഓപ്പൺ ആവുന്നുണ്ട്. എക്സാറ്റോ ടെക്നോളജീസ് ആണ് ഒരു IPO, 140 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. 1000 ആണ് ലോട്ട്, 2 ലോട്ട് അപ്ലൈ ചെയ്യണം. 1000-ൻ്റെ 2 ലോട്ട് അപ്ലൈ ചെയ്യണം. നല്ല ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് എക്സാറ്റോ ടെക്നോളജീസ്. അതോടൊപ്പം തന്നെ ലോജി സൊല്യൂഷൻസ് 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയർ യൂണിറ്റ് ആണ്. തീർച്ചയായിട്ടും ഇതും വളരെ പോസിറ്റീവായിട്ട് ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. 193 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. 600 ആണ് ലോട്ട്, 2 ലോട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന BSE SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് എടുത്ത് അപ്ലൈ ആവുന്ന 2 IPOs ആണ് എക്സാറ്റോ ടെക്നോളജീസും ലോജിക്കൽ സൊല്യൂഷൻസും. അപ്പോൾ അത്തരത്തിൽ SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്നതാണ്. ഇനി നമ്മൾ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും ഇന്ന് മുന്നേറാണ്. $4,188 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സിൽവർ $53.96 പെർ ഔൺസിനാണ്. ഇപ്പോഴത്തെ ഒരു ആക്ടിവിറ്റി നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ സിൽവർ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഗോൾഡ് മുന്നേറും. അതോടൊപ്പം തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. മോർഗൻ സ്റ്റാൻലി പറഞ്ഞിരിക്കുന്നത് 2026 ജൂണോട് കൂടിയിട്ട് $4,500 പെർ ഔൺസിലേക്ക് ഗോൾഡ് ഉയരുന്നതാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 4,188 ലെവലിലൊക്കെയാണ്. തീർച്ചയായിട്ടും ഈ ന്യൂസും പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ മറ്റ് പല ന്യൂസ് ഫ്ലോസും വന്നുകൊണ്ടിരിക്കുന്ന ഗോൾഡിന് പോസിറ്റീവ് തന്നെയാണ്. സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ് ഡാറ്റ അടുത്ത ആഴ്ച എൻഡോട് കൂടിയിട്ട് പുറത്തു വരും. തീർച്ചയായിട്ടും അതും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഗോൾഡും സിൽവറും വീണ്ടും മുന്നേറാണ്. ഒപ്പം കോപ്പറും ഇന്ന് നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ടൈം ഹൈനടുത്താണ് ഇപ്പം മോർണിംഗിൽ കോപ്പർ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം സിങ്ക് ബെറ്റർ ആവുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നാച്ചുറൽ ഗ്യാസ് ബെറ്ററാണ്. അലുമിനിയം മാത്രമാണ് ഒരു ഫ്ലാറ്റ് ലെവലിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ കമോഡിറ്റി മാർക്കറ്റിലും ഒരു ബുള്ളിഷ് ബയാസ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അപ്പോൾ ഗോൾഡ്, സിൽവർ, അതുപോലത്തെ ഇന്ത്യൻ മാർക്കറ്റ് പൊതുവേ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നമുക്കെല്ലാവർക്കും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും നമ്മുടെ Q2 GDP എന്ന് എക്സ്പെക്റ്റ് ചെയ്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.